കംപ്ലൈൻ്റ് ആയ മൊബൈൽ ഡിസ്പ്ലേ ഒക്കെ നമ്മൾ വെറുതെ വേസ്റ്റ് ആയിട്ട് കളയാണ് പതിവ്. എന്നാൽ കംപ്ലൈൻ്റ് ആയ മൊബൈൽ ഡിസ്പ്ലേ, ലാപ്ടോപ്പ്, ടാബ്, LED TV ഇതിൻ്റെയൊക്കെ ഡിസ്പ്ലേ കൊണ്ട് നമുക്ക് വേറൊരു വലിയൊരു ഉപയോഗം കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ഡിസ്പ്ലേയുടെയൊക്കെ ബാക്കിൽ ഇങ്ങനെ കുറേ ലെയറുകളുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പോളറൈസർ എന്ന് പറഞ്ഞ ഫിലിമാണ് ആവശ്യം. അപ്പോൾ ഈ ഒരു ഫിലിം ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ വണ്ടികളിലൊക്കെ മീറ്റർ ഡിസ്പ്ലേ കുറേ നാൾ കഴിയുമ്പോൾ മങ്ങിയൊക്കെ പോകാറുണ്ട്. അങ്ങനെ മങ്ങി പോകാൻ കാരണം ഈ ഒരു പോളറൈസർ എന്ന് പറഞ്ഞ ഫിലിം ചുരുങ്ങി പോകുന്നതൊക്കെയാണ് വെയിലൊക്കെ അടിച്ച് കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ മങ്ങിപ്പോകുന്ന ഡിസ്പ്ലേ ഒക്കെ നമുക്ക് ഈ ഒരു പോളറൈസർ ഫിലിം മാറ്റി റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് പോളറൈസർ ഫിലിം നമുക്ക് കംപ്ലൈൻ്റ് ആയ മൊബൈലിൻ്റെ ഡിസ്പ്ലേ, അതുപോലെ തന്നെ ടാബ്, LED TV, ലാപ്ടോപ്പ് ഇതിൻ്റെയൊക്കെ ഡിസ്പ്ലേ എടുത്താൽ മതി. ഈ കാണുന്ന ഈ ഒരു ക്ലാമ്പ് മീറ്റർ ഇത് ഞാൻ ആക്രി കടയിൽ നിന്നും 50 രൂപയ്ക്ക് മേടിച്ചതായിരുന്നു. ഇത് മേടിച്ച സമയത്ത് ഇതിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ പോളറൈസർ ഫിലിം മാറ്റി ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തതാണ്. ആരെങ്കിലൊക്കെ വണ്ടികളിലൊക്കെ മീറ്റർ ഡിസ്പ്ലേ ഒക്കെ മങ്ങിയിരിപ്പുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ റെഡിയാക്കാവുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, ടെക് ഓട്ടോമോട്ടീവ് 2.0. ഈ ഒരു ചാനൽ നോക്കിയാൽ മതി. അതുപോലെ ഒരു കാര്യം കൂടി, അപ്പോൾ കംപ്ലൈൻ്റ് ആയ മൊബൈൽ ഡിസ്പ്ലേയൊക്കെ പോളറൈസർ ഫിലിം കംപ്ലൈൻ്റ് ആവില്ല എന്നൊരു സംശയം ഉണ്ടാകും പലർക്കും. അപ്പോൾ അതിനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. കൂടുതലായിട്ട് വണ്ടികളിലൊക്കെ മീറ്ററിൻ്റെ ഡിസ്പ്ലേ ആണ് അങ്ങനെ കംപ്ലൈൻറ്റ് വരുന്നത്. അതിൻ്റെ ആ ഒരു വെയിൽ അടിച്ച് കഴിയുമ്പോൾ ആ ഒരു പോളറൈസർ ഫിലിം ഇങ്ങനെ ചുരുങ്ങി അങ്ങനെയൊക്കെയാണ് കംപ്ലൈൻറ്റ് വരുന്നത്.